ഞാനിന്ന് ചെട്ടിനാട് ബിരിയാണി പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതി. അതിനാവശ്യമുള്ള സാധനങ്ങൾ: പുതിന മല്ലിയില പേസ്റ്റ് 1 കപ്പ്, കാഷ്യൂ നട്ട് 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 കപ്പ്, പച്ചമുളക് ചതച്ചത് 2 ടേബിൾ സ്പൂൺ, സവാള 3 എണ്ണം, ചെറുള്ളി അരച്ചത് 1/2 കപ്പ്. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നെയ്യൊഴിച്ച് അതിലേക്ക് കാഷ്യൂ നട്ടും കിസ്മിസും പിന്നെ നമ്മുടെ സവാളയും കൂടി, നേരത്തെ അരിഞ്ഞു വെച്ച സവാളയും കൂടി നന്നായിട്ട് വറുത്ത് കോരുക. ഇതുകൂടാതെ കുറച്ച് കാഷ്യൂ നട്ട്, ഏകദേശം ഒരു 1/4 കപ്പ് കാഷ്യൂ നട്ട് കുതിർത്ത് അരച്ച് വെച്ചേക്കുക. അതും ഇതിൻ്റെ കൂടെ ആവശ്യമുള്ളതാണ്. വറുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി, ആ എണ്ണയിലും നെയ്യും ഉണ്ടല്ലോ, അതിൽ തന്നെയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. പച്ചമുളക് ചതച്ചതിട്ട് വീണ്ടും ഇളക്കുക. ചെറുള്ളിയും കൂടെ ചെറുള്ളി അരച്ചതാണ് ചേർത്ത് അത് ഇളക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർക്കുക. പിന്നെ പുതിനയും മല്ലിയും കൂടെ പേസ്റ്റാക്കി വെച്ചതും കൂടി അതിൻ്റെ കൂടെ ചേർക്കുക. അത് നല്ലവണ്ണം ഇളക്കുക. പുതിനയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കണം. എത്രത്തോളം ഇളക്കുന്നോ അത്രയും നല്ലതാണ്. പിന്നെ പൊടികളെല്ലാം ചേർക്കുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി കുറച്ച് മതി, കാശ്മീരി മുളക് പൊടി, ഗരം മസാലപ്പൊടി. ഇപ്പോൾ പച്ചമണം മാറുന്നവരെ ഇളക്കണം. അതിലേക്ക് പെരിഞ്ജീരകം, ഗ്രാമ്പു, ഏലക്ക, പട്ട, ഇതെല്ലാം അതിൻ്റെ കൂടെ ചേർക്കുക. നമുക്ക് ചോറിനകത്ത് വേണമല്ലോ. ഒരു 3 ചെറിയ ടൊമാറ്റോ മീഡിയം സൈസ് നന്നായിട്ട് അരച്ചത് അതും കൂടെ ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ ഇളക്കുക. പട്ട നേരത്തെ ഇടാൻ മറന്നുപോയി, അതാണ് ആ കൂടെ ഇട്ടത്. കാഷ്യൂ അരച്ച് വെച്ചിരിക്കുന്നതും കൂടി ചേർക്കുക. ഒരു കുക്കർ അടുപ്പിൽ വെച്ച് എണ്ണയൊഴിച്ച് അരി നന്നായിട്ട് പൊട്ടുന്നത് വരെ ഇളക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച കൂട്ട് ഇതിൻ്റെ കൂടെ ചേർക്കുക. കുക്കറിട്ട് ഇളക്കാൻ പാടായതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് ഇളക്കിയത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം വെച്ച് പ്രത്യേകം തിളപ്പിച്ച് വയ്ക്കുക. അരിയും കൂട്ടും, അരി നന്നായിട്ട് ടപ്പ് ടപ്പെന്ന് സൗണ്ട് കേൾക്കുന്നവരെ പൊട്ടണം. പൊട്ടിയതിന് ശേഷം അരപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിക്കുക. ഉപ്പും ഒരു നാരങ്ങാ നീരും കൂടി അതിൻ്റെ കൂടെ ചേർക്കുക. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. അരിയും വെള്ളവും എല്ലാം കൂടെ ചേർത്ത് വരത്തക്കവണ്ണം കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് 1 വിസിൽ കേൾക്കുന്നവരെ വേവിക്കുക. അത് കഴിഞ്ഞ് തണുത്തതിന് ശേഷം അടപ്പ് തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ ചെട്ടിനാട് ബിരിയാണി റെഡി. പിന്നെ പാത്രത്തിലേക്ക് വിളമ്പുക. ഞാൻ ഇതിൻ്റെ കൂടെ പ്രത്യേകം ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ്റെ അതും കൂടെ കൂട്ടിയാണ് ഞാൻ കഴിച്ചത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമായിട്ട് ബിരിയാണി വെച്ചെന്നേ ഉള്ളൂ. ഒരുമിച്ചിട്ട് വെച്ചില്ല, പ്രത്യേകമാണ് ഞാൻ വെച്ചത്.